ലോകം ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ നിന്ന് അത്യധികം നാടകീയമായ വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന ഇറാൻ അനുകൂലികളുടെ ആഗോള പ്രചാരണങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് അദ്ദേഹം നേരിട്ട് പത്രസമ്മേളനത്തിനെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. വെറുമൊരു പത്രസമ്മേളനം എന്നതിലുപരി വരാനിരിക്കുന്ന വലിയ യുദ്ധനീക്കങ്ങളുടെ സൂചന കൂടിയായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇറാൻ കേന്ദ്രീകൃതമായ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും പ്രധാനമായും പ്രചരിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അന്ത്യം സംഭവിച്ചുവെന്നായിരുന്നു. നെതന്യാഹു പുറത്തുവിട്ട വീഡിയോകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഡിജിറ്റൽ ഇരട്ടകളാണെന്നായിരുന്നു ഇറാന്റെ അവകാശവാദം. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നേരിട്ടെത്തിയ നെതന്യാഹു ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇസ്രായേൽ മുമ്പത്തേക്കാൾ ശക്തമാണെന്നും ഇറാന്റെ കരുത്ത് എന്നേക്കുമായി ചോർന്നു പോയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ എത്രത്തോളം ഫലപ്രദമായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഊർജ്ജ മേഖലയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാർട്സ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഈ ആക്രമണത്തോടെ ഇറാന്റെ കയറ്റുമതി ശേഷി ഗണ്യമായി കുറഞ്ഞു. ആഗോള ഇന്ധന വിപണിയിൽ ഈ ആക്രമണം വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ കടുത്ത ആശങ്കയിലായി. ഊർജ്ജ സുരക്ഷ അപകടത്തിലായതോടെയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും. ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ എണ്ണവാതക കേന്ദ്രങ്ങൾ ഇനി ആക്രമിക്കരുതെന്ന് താൻ നെതന്യാഹുവിന് കർശനമായ മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് വെളിപ്പെടുത്തി. ഇസ്രയേൽ ഞങ്ങളുടെ പങ്കാളിയാണ്, പക്ഷെ ചില കാര്യങ്ങളിൽ അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നു. ഇനി സൗത്ത് പാഴ്സിന് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് നെതന്യാഹു എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില വർദ്ധിക്കുന്നത് തന്റെ ഭരണകൂടത്തിന് തിരിച്ചടിയാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇസ്രയേൽ നീങ്ങുന്നതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നെതന്യാഹു നൽകിയ മറുപടി രൂക്ഷമായിരുന്നു. പ്രസിഡന്റ് ട്രംപിനോട് എന്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന പരിഹാസത്തിലൂടെ ട്രംപിന്റെ അചഞ്ചലമായ നിലപാടുകളെ അദ്ദേഹം പരോക്ഷമായി പിന്തുണച്ചു. സൗത്ത് പാഴ്സ് ആക്രമണം ഇസ്രയേൽ തനിച്ച് തീരുമാനിച്ചതാണെന്നും എന്നാൽ അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം തൽക്കാലം കൂടുതൽ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നതായിരുന്നു. ഒരേ സമയം സ്വന്തം പരമാധികാരം ഉയർത്തിപ്പിടിക്കുകയും മറുഭാഗത്ത് സഖ്യകക്ഷിയായ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന തന്ത്രപരമായ നീക്കമാണ് നെതന്യാഹു നടത്തിയത്. ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ തിരഞ്ഞെടുത്തത് അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ്. മേഖലയിലെ സമാധാനം തകർക്കുന്ന രീതിയിൽ സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയും റിയാദിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപവും ഇറാൻ മിസൈലുകൾ അയച്ചു. ഇതോടെ പശ്ചിമേഷ്യയിലെ ചിത്രം കൂടുതൽ സങ്കീർണമായി. ഇറാനുമായുള്ള എല്ലാ വിശ്വാസവും തകർന്നുവെന്നും തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും സൗദി വിദേശകാര്യ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇത് കേവലം ഇസ്രയേൽ ഇറാൻ യുദ്ധം എന്നതിലുപരി ഒരു പ്രാദേശിക യുദ്ധമായി മാറുന്നതിന്റെ ലക്ഷണമാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ ഈ പ്രകോപനത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നെതന്യാഹുവിന്റെ അവകാശവാദം അനുസരിച്ച് ഇറാൻ ഇപ്പോൾ മുമ്പത്തേക്കാൾ ദുർബലമാണ്. ഹിസ്ബുള്ളയും ഹമാസും ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് കനത്ത ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇറാന്റെ മിസൈൽ ശേഷി തകർക്കാനാണ് അമേരിക്കയും ഇസ്രയേലും പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇറാന്റെ നേതൃത്വത്തെ തന്നെ ഇല്ലാതാക്കി മേഖലയിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാനാണ് നെതന്യാഹുവിന്റെ ശ്രമം. നെതന്യാഹുവിന്റെ പത്രസമ്മേളനം യുദ്ധത്തിന്റെ ഗതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. ഇറാന്റെ വ്യാജ പ്രചാരണങ്ങളെ തകർക്കാൻ സാധിച്ചതും ട്രംപിന്റെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞതും ഇസ്രയേലിന്റെ വിജയമായി കരുതാം. എന്നാൽ ഇന്ധന വിപണിയിലെ ചാഞ്ചാട്ടവും ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിഷേധവും വരും ദിവസങ്ങളിൽ ഇസ്രയേലിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. പശ്ചിമേഷ്യ ഒന്നടങ്കം ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. നെതന്യാഹുവിന്റെ കരുത്തുറ്റ തിരിച്ചുവരവ് ഇറാന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ല, അത് പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങളും സൈനിക നീക്കങ്ങളും ലോകത്തിന്റെ ഭാവി നിശ്ചയിക്കും.